ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു teachenglish.com. 10ാം ക്ലാസ് ഇംഗ്ലീഷിലെ പ്രൊജക്റ്റ് ടൈഗർ എന്ന പാഠത്തിൻ്റെ മലയാളത്തിലുള്ള വിശദീകരണമാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചിഹ്നത്തിൽ ഒന്ന് തലോടുക. ഈ ചാനൽ സബ്സ്ക്രൈബർ അല്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ. പിന്നെ വീഡിയോ ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ മറക്കരുത്. These trained dogs were famous stars in their own rights. And the money they earned was no less than what a real film star got. പരിശീലനം ലഭിച്ച ഈ നായകൾ അവയുടെ പ്രകടനം കൊണ്ട് പ്രശസ്തരായ സ്റ്റാർസ് ആയിരുന്നു. മാത്രമല്ല, അവർ സമ്പാദിച്ച പണം ഒരു യഥാർത്ഥ ഫിലിം സ്റ്റാറിൻ്റെ സമ്പാദ്യത്തേക്കാൾ ഒട്ടും കുറവായിരുന്നില്ല. Their owners could easily make as much as 100,000 rupees from just one film. അവയുടെ ഉടമസ്ഥന്മാർക്ക് ഒരൊറ്റ ഫിലിമിൽ നിന്ന് തന്നെ 1,00,000 രൂപ വരെ സമ്പാദിക്കാൻ കഴിയുകയും ചെയ്തു. I realized how reverentially these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. 20 വർഷങ്ങൾക്ക് മുമ്പേ ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച് ഒരു ഫിലിം ഷൂട്ടിംഗ് കാണാനിടയായപ്പോൾ എത്രമാത്രം ആദരവോട് കൂടിയിട്ടാണ് ഈ മൃഗ അഭിനേതാക്കളോട് പെരുമാറുന്നത് എന്ന് എനിക്ക് ബോധ്യമായി. The main actor in this film was a large dog. ആ സിനിമയിലുണ്ടായിരുന്ന പ്രധാന കഥാപാത്രം ഒരു വലിയ നായയായിരുന്നു. I reached the studio to find that the shooting had not yet started. ഞാൻ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. The cameraman was getting the lights ready. ക്യാമറാമാൻ ലൈറ്റുകൾ ശരിയാക്കുകയായിരുന്നു. It's customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. ലൈറ്റുകൾ ക്രമീകരിക്കുമ്പോൾ ആക്ടേഴ്സ് അവിടെ സന്നിഹിതരായിരിക്കുക എന്നുള്ളത് പതിവുള്ളതാണ്. കാരണം ഒരു പ്രത്യേക ഷോട്ടിൽ അവരെങ്ങനെയാണ് നടക്കുക, എവിടെയാണ് അവർ നിൽക്കുക തുടങ്ങിയവയൊക്കെ ക്യാമറാമാനെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. In the case of very famous stars, this job is done by their stand-ins. വളരെ പ്രശസ്തരായ ഫിലിം സ്റ്റാർസ് ആണ് എങ്കിൽ ഈ ജോലി ചെയ്യുക അവരുടെ പകരക്കാരാണ്. സ്റ്റാൻഡ്-ഇൻ മീൻസ് പകരക്കാർ. A stand-in is usually a person who is physically similar to their stars. പകരക്കാരനായിട്ടുള്ള ആള് യഥാർത്ഥ ഫിലിം സ്റ്റാറിനെ പോലെ തന്നെ ശരീരപ്രകൃതി ഉള്ള ആളായിരിക്കും. The stars themselves arrive only when the lights are ready and it is time to take a shot. യഥാർത്ഥ ഫിലിം സ്റ്റാർസ് അങ്ങോട്ട് എത്തുക, ലൈറ്റുകളൊക്കെ റെഡിയാക്കി ഷോട്ട് എടുക്കാൻ തയ്യാറാകുന്ന സമയത്തായിരിക്കും. Here in Disney Studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഏതാനും ചില അഭിനേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഞാൻ കണ്ടു. ഒരു വശത്ത് വളരെ ശാന്തനായിട്ട് പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള അതേ വലിയ നായ നിൽക്കുന്നു. The cameraman shouted to everyone to take their positions, but the dog remained where it was. എല്ലാ അഭിനേതാക്കളോടും അവരവരുടെ സ്ഥാനത്ത് പോയി നിൽക്കാൻ ക്യാമറാമാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ ഈ ഭീമൻ നായ അത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നു. This puzzled me. അതെന്നെ വല്ലാതെ അമ്പരിപ്പിച്ചു. Could it be that it was not required in the next shot? അടുത്ത ഷോട്ടിൽ ആ നായയുടെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണോ അതവിടെ തന്നെ നിൽക്കുന്നത്? Before I could ask someone, a strange thing happened. ആരോടെങ്കിലും എനിക്ക് ചോദിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വിചിത്രമായൊരു കാര്യം സംഭവിച്ചു. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. എവിടെ നിന്നെന്നറിയില്ല, തീരെ കുള്ളനായിട്ടുള്ള ഒരു മനുഷ്യനും അയാൾക്ക് പിറകിൽ രോമാവൃതമായ നായത്തോലും ചുമന്നുകൊണ്ട് മറ്റൊരാളും പ്രത്യക്ഷപ്പെട്ടു.
Then to my perfect amazement, the dwarf went down all the fours on a chalk mark on the floor. അതിനുശേഷം എന്നെ പൂർണ്ണമായിട്ട് ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കുള്ളനായിരിക്കുന്ന മനുഷ്യൻ നിലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ചോക്ക് മാർക്കിനടുത്ത് തൻ്റെ കൈകളും കാലുകളും നിലത്തൂന്നിക്കൊണ്ട് ഒരു മൃഗത്തെ പോലെ നിന്നു. The dog skin was draped over him. ആ നായത്തോല് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അണിയിച്ചു. Then he crawled from one mark to another. അതിനുശേഷം അയാൾ നിലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന മാർക്കുകളിലൂടെ നടന്നു. And the cameraman got busy with the lights. ക്യാമറാമാൻ ധൃതിയിൽ ലൈറ്റുകൾ ക്രമീകരിച്ചു കൊണ്ടിരുന്നു. It finally dawned upon me that this dwarf was paid to be the dog stand-in. ആ നായയുടെ സ്റ്റാൻഡിൻ ആയി പകരക്കാരനായി നിന്ന് പണം പറ്റുന്ന ആളാണ് ആ കുള്ളൻ എന്ന് എനിക്ക് ഒടുവിലാണ് ബോധ്യമായത്. Every animal in a Hollywood film is well trained. ഹോളിവുഡ് സിനിമയിലുള്ള ഓരോ മൃഗവും നന്നായി പരിശീലനം ലഭിച്ചവയാണ്. It's not difficult to train a horse or a dog. ഒരു നായയെയോ കുതിരയെയോ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമൊന്നുമല്ല. But have you ever heard of trained ravens? പക്ഷെ നിങ്ങൾ പരിശീലനം ലഭിച്ച കാക്കകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? Not just one or two, but nearly 100 of them. ഒന്നോ രണ്ടോ കാക്കകളല്ല, ഏകദേശം 100ഓളം കാക്കകൾ. Even this was made possible in Hollywood when the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, decided to make a film called Birds. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഉദ്വേഗജനകമായ സിനിമകളുടെ നിർമ്മാതാവായിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സ് എന്ന പേരിൽ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഹോളിവുഡിൽ അതും സാധ്യമാക്കിയിട്ടുണ്ട്. In the story, birds from all over the world start attacking humans. ഈ കഥയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പക്ഷികൾ മനുഷ്യരെ ആക്രമിച്ചു തുടങ്ങുന്നതാണ്. ഹിച്ച്കോക്ക് needed a variety of birds, but what was required in the largest number was ravens. ഹിച്ച്കോക്കിന് പല വിധത്തിലുള്ള പക്ഷികളെയും ആവശ്യമായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് കാക്കകളായിരുന്നു. Notices were placed in the press all over the United States asking people to contact the filmmaker if they knew how to get hold of trained ravens. പരിശീലനം ലഭിച്ച കാക്കകളെ എങ്ങനെ ലഭിക്കുമെന്നറിയുന്ന ആളുകളുണ്ട് എങ്കിൽ സിനിമാ നിർമ്മാതാവിനെ കോണ്ടാക്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിലുള്ള എല്ലാ പത്രങ്ങളിലും നോട്ടീസുകൾ പ്രസിദ്ധീകരിച്ചു. Someone replied within a few days. ചുരുങ്ങിയ ദിവസങ്ങൾക്കകം ഒരാൾ പ്രതികരിച്ചു, അതിന് മറുപടി നൽകി. He was asked to bring his birds. അയാളോട് തൻ്റെ പക്ഷികളെ കൊണ്ടുവരാൻ പറഞ്ഞു. And he arrived with almost 100 trained ravens. പരിശീലനം ലഭിച്ച 100ഓളം കാക്കകളെയുമായിട്ടാണ് അദ്ദേഹം എത്തിയത്. Admittedly, their training had not gone very bad. അവയുടെ പരിശീലനം തീരെ മോശമായിരുന്നില്ല എന്ന് നിസ്സംശയം പറയാം. That is to say, they could not do anything that might be seen as extraordinary. അതായത് അസാധാരണമായതൊന്നും തന്നെ ചെയ്യാൻ അവർക്കാവുമായിരുന്നില്ല. But if as many as 50 ravens are told to perch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? പക്ഷേ പ്രത്യേകമായ ഒരിടത്ത് ഒരു നിരയിൽ 50ഓളം കാക്കകളോട് ഇരിക്കാൻ പറയുകയും പെട്ടെന്ന് തന്നെ അവ അതനുസരിക്കുകയും ചെയ്താൽ അത് നമ്മെ വല്ലാതെ ആകർഷിക്കില്ലേ? അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടില്ലേ? Needless to say, in our own country, it's not at all easy to find trained animals, although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. കടുവ, കുതിര, ആന തുടങ്ങിയ മൃഗങ്ങളോടൊത്ത് മനുഷ്യർ പ്രവർത്തിക്കുന്ന രംഗങ്ങളുള്ള ഏതാനും സിനിമകൾ ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും
നമ്മുടെ രാജ്യത്ത് പരിശീലനം ലഭിച്ച മൃഗങ്ങളെ കണ്ടെത്തുക എന്നത് എളുപ്പമല്ല എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. Their performance did suggest that they were used to obeying commands. അത്തരം മൃഗങ്ങളുടെ അഭിനയം സൂചിപ്പിക്കുന്നത് അവ കൽപ്പനകൾ അനുസരിച്ച് ശീലമായവയാണ് എന്നാണ്. In Bengal, it's sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. ബംഗാളിൽ ചിലപ്പോൾ സാമർഥ്യമുള്ള നായകളെ കണ്ടെത്താൻ കഴിയും, പ്രത്യേകിച്ച് വളരെ ബുദ്ധിശാലികളായിട്ടുള്ള പോലീസ് നായകളെ. If one is prepared to be patient, it's not altogether impossible to get good performances out of them, as we managed to do with Bhulo in Padar Panchali. ക്ഷമയോടെ പരിശീലനം നൽകിയാൽ പദർ പാഞ്ചാലിയിലെ ഭൂലോ എന്ന നായയോടൊപ്പം ചെയ്ത പോലെ നല്ല അഭിനയം കാഴ്ചവെക്കുക എന്നത് തീരെ അസാധ്യമൊന്നുമല്ല. അതായത് നല്ല അഭിനയം കാഴ്ചവെക്കുക സാധ്യമാണ്. വിശ്രുത ചലച്ചിത്ര നിർമ്മാതാക്കളിൽ ഒരാളായ സത്യജിത് റേയുടെ ഒരു ആർട്ടിക്കിളാണ് പ്രൊജക്റ്റ് ടൈഗർ. ഒരു കടുവ ഉൾപ്പെടുന്ന സിനിമയുടെ സീനുകൾ എങ്ങനെ ചിത്രീകരിച്ചു എന്നാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്. No one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങൾ ഉൾപ്പെടുന്ന സിനിമകൾ ചിത്രീകരിക്കുന്നതിൽ ഹോളിവുഡിനെ വെല്ലാൻ ആർക്കും കഴിയില്ല. I remember films in my childhood. കുട്ടിക്കാലത്ത് കണ്ട സിനിമകൾ ഞാൻ ഓർക്കുന്നു. And there were quite a few of them. അത്തരം കുറെ സിനിമകൾ ഉണ്ടായിരുന്നു. That had an Alsatian called Rin Tin Tin. റിൻ ടിൻ ടിൻ എന്ന പേരുള്ള ഒരു അൽസേഷ്യൻ നായ അഭിനയിക്കുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു. This dog's acting was more impressive than a human's. ഈ നായയുടെ അഭിനയം മനുഷ്യരുടെ അഭിനയത്തേക്കാൾ ഹൃദയഹാരിയായിരുന്നു, മനസ്സിൽ പതിയുന്നതായിരുന്നു. Later we got to see 3 or 4 other films with a collie called Lassie. പിന്നീട് ലാസി എന്ന പേരുള്ള ഒരു പട്ടി അഭിനയിച്ച 3-4 ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടു. കോലി എന്നുള്ളത് ആടുകൾക്ക് കാവൽ നിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരിനം പട്ടിയാണ്. It seemed that the director could make Lassie do just about anything. ആ സിനിമ കണ്ടാൽ ഡയറക്ടർക്ക് ലാസിയെ കൊണ്ട് എന്ത് പ്രവൃത്തിയും ചെയ്യിപ്പിക്കാൻ കഴിയും എന്ന് തോന്നും. Yet, a dog might be difficult, not impossible to handle. ഒരു നായയെ കൈകാര്യം ചെയ്യുക എത്ര പ്രയാസകരമായാലും അത് അസാധ്യമായതല്ല. What was one supposed to do if there was need for a tiger in a film? ഒരു ഫിലിമിൽ ഒരു കടുവയെ ആവശ്യമായി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? We had to deal with this problem too when we were shooting Gopi Gain Baga Bain. Gopi Gain Baga Gain എന്ന സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്തരമൊരു പ്രശ്നവും ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു. In the film, Gopi, who is banished by the king, wanders in the forest, meets Baga, who is also been banished. രാജാവ് ഗോപിയെ രാജ്യഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയപ്പോൾ അയാൾ ഒരു വനത്തിലൂടെ അലഞ്ഞു നടക്കവേ നേരത്തെ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട ബാഗയെ കണ്ടുമുട്ടുന്നു. They see a tiger and freeze. അവരൊരു കടുവയെ കാണുകയും പേടികൊണ്ട് വിറങ്ങലിച്ച് നിശ്ചലം നിൽക്കുകയും ചെയ്യുന്നു. But the tiger simply walks about in the forest without paying them any slightest attention. പക്ഷേ കടുവ അവരെ അശേഷം ഗൗനിക്കാതെ വെറുതെ വനത്തിലൂടെ നടക്കുന്നു. ഇത്തരമൊരു സീനായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്. Having thought of the scene, I simply had to shoot it. അത്തരമൊരു സീനിനെ കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് എനിക്കത് ഷൂട്ട് ചെയ്യണമായിരുന്നു. But where were we going to find a tiger? പക്ഷേ എവിടെ നിന്നും ഒരു കടുവയെ കണ്ടെത്തും? The obvious thing to do was to look in a circus, since they were likely to have trained animals. പരിശീലിപ്പിക്കപ്പെട്ട മൃഗങ്ങൾ ഉണ്ടാകാനിടയുള്ള
ഏതെങ്കിലും സർക്കസിൽ അന്വേഷിക്കുക എന്നതായിരുന്നു ഞങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ചെയ്യാൻ കഴിയുന്നത്. As a matter of fact, one called Bharat Circus was visiting Kolkata at the time, holding shows in Marcus Square. ആ സമയത്ത് ഭാരത് സർക്കസ് എന്നു പേരുള്ള ഒരു സർക്കസ് ടീം കൽക്കത്തയിലെ മാർക്കസ് സ്ക്വയറിൽ ഷോകൾ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു. We sent someone to make an appointment with its Tamil manager and then went to meet him one morning. ആ സംഘത്തിന്റെ തമിഴനായ സർക്കസ് മാനേജറെ സന്ദർശന സമയം ലഭിക്കാനായി ഞങ്ങൾ ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞങ്ങൾ അയാളെ കാണാനായി പോയി. He greeted us warmly and ordered South Indian coffee for us. അദ്ദേഹം ഞങ്ങളെ ഹൃദ്യമായി സ്വീകരിക്കുകയും ഞങ്ങൾക്ക് സൗത്ത് ഇന്ത്യൻ കോഫി ഓർഡർ ചെയ്യുകയും ചെയ്തു. The manager heard the reason for our visit and then sent for one Mr. Thorath. ഞങ്ങൾ ചെന്നതിന്റെ കാരണം അറിഞ്ഞ മാനേജർ തൊറാത്ത് എന്ന ആളെ വിളിപ്പിച്ചു. He turned out to be the ringmaster. അദ്ദേഹമായിരുന്നു സർക്കസിലെ റിംഗ് മാസ്റ്റർ. He too was a South Indian, very well built, with features somewhat like those of a Nepali. ഒരു നേപ്പാളിയെ പോലെ അംഗസവിശേഷതകളുള്ള കരുത്തനായ ഒരു സൗത്ത് ഇന്ത്യൻ ആയിരുന്നു അദ്ദേഹം. He was perhaps no more than 40. അയാൾക്ക് 40-ലധികം പ്രായം ഉണ്ടാകാനിടയില്ല. He showed us an old scar on his forearm which had been caused by a tiger. അയാൾ തന്റെ കൈത്തണ്ടയിൽ കടുവയിൽ നിന്നും കിട്ടിയ ഒരു മുറിവടയാളം ഞങ്ങളെ കാണിച്ചു തന്നു. We told him what we wanted. ഞങ്ങൾക്ക് വേണ്ടതെന്തെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. The shooting was taking place near Shiuri in Birbhum. ബിർഭൂമിലെ ഷിയൂറി എന്ന സ്ഥലത്തിനടുത്ത് വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. We wanted to show a tiger in a thick bamboo grove. നിബിഡമായ ഒരു മുളങ്കൂട്ടത്തിൽ കടുവയെ കാണിക്കണമായിരുന്നു. All the animal was required to do was come out of the bamboo grove into an open space, pace gently for a while, look at the camera if possible, and then go back. ആ മൃഗം ആകെ ചെയ്യേണ്ടത് മുളങ്കൂട്ടത്തിനുള്ളിൽ നിന്നും തുറസായ സ്ഥലത്തേക്ക് വരികയും ശാന്തമായിട്ട് കുറച്ച് സമയം നടക്കുകയും പറ്റുമെങ്കിൽ ക്യാമറയിലേക്കൊന്ന് നോക്കുകയും പിന്നീട് പിറകിൽ മുളങ്കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയുമാണ് വേണ്ടത്. Could a tiger from Bharat Circus do this job? ഭാരത് സർക്കസിലുള്ള ഒരു കടുവയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമോ? മിസ്റ്റർ Thorath nodded. അദ്ദേഹം തലകുലുക്കി. How long will you need it for? asked the manager. എത്ര സമയത്തേക്ക് കടുവയെ വേണമെന്ന് മാനേജർ ചോദിച്ചു. Perhaps a couple of hours for the shooting. ഷൂട്ടിങ്ങിനായിട്ട് 2 മണിക്കൂർ മതിയാവും. I replied, but that would be in addition to the time it will take to travel to and from Shiuri. അത് ഷിയൂറിയിലേക്കും തിരിച്ച് സർക്കസിലേക്കുമുള്ള യാത്രയുടെ സമയത്തിന് പുറത്താണ് ആ 2 മണിക്കൂർ. On being told that the travel itself should take no more than 2 days, the manager agreed to put the tiger in its cage and send it in a lorry. ആ യാത്ര 2 ദിവസത്തിലധികം എടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മാനേജർ കടുവയെ ഒരു കൂട്ടിലാക്കിയിട്ട് ലോറിയിൽ അയക്കാമെന്ന് ഏറ്റു. He invited us to take a look at the tiger. പിന്നീട് ടൈഗറിനെ കാണാനായിട്ട് ഞങ്ങളെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. Do you think it's going to be easy to set an animal free in the bamboo grove? I couldn't help asking. മുളങ്കൂട്ടത്തിനിടയിലേക്ക് കടുവയെ സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളത് എളുപ്പമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാതിരിക്കാനായില്ല. മിസ്റ്റർ Thorath frowned. തൊറാത്ത് നെറ്റിച്ചുളിച്ചു. I am not sure, he replied. എനിക്കുറപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. I have never let him out of his cage on his own, so really I don't know. സ്വതന്ത്രമായി കൂട്ടിന് പുറത്തേക്ക് പോകാൻ അവനെ ഒരിക്കലും ഞാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് സത്യമായും എനിക്കറിയില്ല. What? Were all our plans going to go down the drain? ഞങ്ങളുടെ എല്ലാ പദ്ധതികളും പാഴാവുകയാണോ? Go down the drain, വേസ്റ്റ് ആവുക,
പായാവുകയാണോ? How could we let the tiger's trainer be seen with the animal? കടുവയോടൊപ്പം അതിന്റെ പരിശീലകനെയും കാണുന്നത് അനുവദിക്കാൻ എങ്ങനെ കഴിയും? How could Gopi and Baga be petrified with fear if the supposedly ferocious animal was accompanied by a man? സ്വതവേ ക്രൂരനെന്ന് സങ്കല്പിക്കപ്പെടുന്ന കടുവയോടൊപ്പം ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഗോപിയും ബാഗയും എങ്ങനെ ഭയം കൊണ്ട് സ്തംഭിച്ചു നിൽക്കും? No, we could not allow that to happen. അങ്ങനെ സംഭവിക്കാൻ പറ്റില്ല. മിസ്റ്റർ തൊറാത്ത് ഫൗണ്ട് എ സൊല്യൂഷൻ. അതിനൊരു പോംവഴി, ഒരു പരിഹാരം മിസ്റ്റർ തൊറാത്ത് കണ്ടെത്തി. I'll tie a wire round the tiger's neck. It will be thin but strong. വളരെ നേർത്തതും നല്ല ഉറപ്പുള്ളതുമായ ഒരു കമ്പി കൊണ്ട്, ഒരു വയറ് കൊണ്ട് ഞാൻ അവൻ്റെ കഴുത്തിൽ ഒരു കുരുക്കിടും. If the wire was thin enough, perhaps it would remain invisible to the camera. വയറ് വളരെ നേർത്തതാണെങ്കിൽ അത് ക്യാമറയിൽ നിന്നും മറഞ്ഞു നിൽക്കും. But it was likely that the hair on the tiger's neck would be flattened by the wire, which would give the whole thing away. പക്ഷേ കടുവയുടെ കഴുത്തിലുള്ള രോമങ്ങൾ ആ വയറിനാൽ പരത്തപ്പെടാനിടയുണ്ട്. അത് കള്ളി വെളിച്ചത്താക്കും. What if we found a collar made of tiger skin, fixed the wire to this collar and then tied it round the tiger's neck? I said. കടുവ തോലുകൊണ്ടുണ്ടാക്കിയ ഒരു കഴുത്തുപട്ട കോളർ, അതിൽ വയർ ഘടിപ്പിച്ച് വയർ ഉറപ്പിച്ച് അത് കടുവയുടെ കഴുത്തിലിട്ടാലോ എന്ന് ഞാൻ ചോദിച്ചു. In a village called Nottingham, we found a suitable bamboo grove to film the first meeting between Gopi and Baga and the appearance of the tiger. ഗോപിയും ബാഗയും ആദ്യമായി കണ്ടുമുട്ടുകയും കടുവ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന രംഗം ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു മുളങ്കൂട്ടം നോട്ടിൻഗ്രാം എന്ന സ്ഥലത്ത് ഞങ്ങൾ കണ്ടെത്തി. മിസ്റ്റർ തൊറാത്ത് റീച്ച്ഡ് ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിത്ത് എ ടൈഗർ. കടുവയുമായിട്ട് മിസ്റ്റർ തൊറാത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തി. There were about 25 people in the location. ആ ലൊക്കേഷനിൽ 25ഓളം ആളുകൾ ഉണ്ടായിരുന്നു. A few local people took our permission to go with us to watch how we tackled the tiger. ഞങ്ങൾ എങ്ങനെ ആ കടുവയെ കൈകാര്യം ചെയ്യുന്നു എന്ന് കാണാനായി ഏതാനും പ്രദേശവാസികളും ഞങ്ങളുടെ അനുവാദത്തോടുകൂടി കൂടെ വന്നു. The cage on the lorry was covered. ലോറിയിലുണ്ടായിരുന്ന ആ കേജ് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. When the cover was removed, we were surprised to see not one but two well-fed and robust tigers. ആ ഒരു ആവരണം മാറ്റിയപ്പോൾ കൂട്ടിനകത്ത് നന്നായി തീറ്റിപ്പോറ്റിയ ആരോഗ്യമുള്ള 2 കടുവകളെ കണ്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. I decided to play it safe. ഞാൻ മുൻകരുതലെടുക്കാൻ തീരുമാനിച്ചു. മിസ്റ്റർ തൊറാത്ത് എക്സ്പ്ലെയിൻഡ്. അദ്ദേഹം വിശദീകരിച്ചു. If one doesn't get it right, we can use the other. ഒരു കടുവ ശരിയാം വിധം പെരുമാറിയില്ലെങ്കിൽ നമുക്ക് മറ്റേ കടുവയെ എടുക്കാമല്ലോ. We mounted the camera on its tripod and placed it so that it faced the bamboo group. മുളങ്കൂട്ടത്തെ അഭിമുഖീകരിക്കത്തക്ക വിധം സ്ഥാപിച്ച ക്യാമറ സ്റ്റാൻഡിൽ ഞങ്ങൾ ക്യാമറ സ്ഥാപിച്ചു. The audience was instructed to get behind the camera and to stand as far back as possible. കാഴ്ചക്കാരോട് ക്യാമറയുടെ പിറകിൽ കഴിയാവുന്നത്ര ദൂരെ നിൽക്കാൻ നിർദ്ദേശം നൽകി. We had to stay relatively close to the bamboo grove, and Gopi and Baga too had to be within yards of the camera, for it was necessary to have at least one shot that showed them together with the tiger. ഞങ്ങൾക്ക് വളരെ അടുത്ത് നിൽക്കേണ്ടതുണ്ടായിരുന്നു. അതേപോലെ ഗോപിയും ബാഗയും ക്യാമറയുടെ അടുത്ത് തന്നെ ഉണ്ടാകണം. കടുവയോടൊപ്പം അവരെയും കാണിക്കുന്ന ഒരു ഷോട്ടെങ്കിലും ചുരുങ്ങിയത് എടുക്കണമായിരുന്നു. Mr. Thorat's men had fixed a 5-foot iron rod to the ground about 30 feet from the area where the tiger was supposed to take a walk. കടുവ നടക്കാനിടയുള്ള സ്ഥലത്ത് നിന്ന് ഏകദേശം 30 അടി അകലെ തൊറാത്തിന്റെ ആൾക്കാർ നിലത്ത് 5 അടി നീളമുള്ള ഒരു ഇരുമ്പ് ദണ്ട് സ്ഥാപിച്ചു.
They took a thin, long wire and fixed one end to the collar made of tiger skin that the tiger was already wearing. കടുവ അതിനകം തന്നെ കടുവാത്തോല് കൊണ്ടുണ്ടാക്കിയ ഒരു കോളർ, കഴുത്തുപട്ട ധരിച്ചിരുന്നു. വളരെ നേരിയ നീണ്ടൊരു വയറെടുത്ത് അതിന്റെ ഒരറ്റം ആ കോളറിൽ സ്ഥാപിച്ചു. The other end was tied firmly to the visible portion of the iron rod. മറ്റേ അറ്റം നിലത്ത് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ദണ്ഡിന്റെ പുറത്തേക്ക് കാണുന്ന ഭാഗത്ത് ഉറപ്പിച്ചു. The door of one of the cages was unfastened. രണ്ടിലൊരു കൂടിന്റെ ഡോറ് സാക്ഷ നീക്കി, അത് തുറന്നു. And Mr. Thorath called out to the tiger. മിസ്റ്റർ തൊറാത്ത് ടൈഗറിനെ പുറത്തേക്ക് വിളിച്ചു. It responded almost at once and sprang out of its cage to land on the open space outside. ആ മൃഗം ഉടനടി കൂട്ടിൽ നിന്നും തുറസായ സ്ഥലത്തേക്ക് ചാടിയിറങ്ങി. What followed was totally unexpected. പിന്നെ നടന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. One look at Mr. Thorath's startled and helpless face told us that he was as taken aback as the rest of us. പേടിച്ചു വിറച്ച് നിസ്സഹായനായ തൊറാത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ അയാളും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായി. Instead of walking sedately in a dignified manner, the tiger started prancing around with a tremendous enthusiasm. ശാന്തഗംഭീരമായി നടക്കുന്നതിന് പകരം കടുവ വർദ്ധിച്ച ഉത്സാഹത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി. It leapt, it jumped, it rolled about, dragging its poor trainer, who was desperately clutching the wire tied to the tiger's collar in a futile attempt to bring it under control. കടുവയെ നിയന്ത്രിക്കാൻ അതിന്റെ കോളറിൽ ബന്ധിപ്പിച്ച വയറിൽ നിസ്സഹായനായി മുറുകെ പിടിച്ച് വൃഥാ ശ്രമിക്കുന്ന പാവം പരിശീലകനെ വലിച്ചിഴച്ചുകൊണ്ട് കടുവ കുതിച്ചു ചാടുകയും ഉരുളുകയും ചെയ്തു. We stood around foolishly, watching a new and strange kind of circus which we were getting to see for free. ഞങ്ങളാണെങ്കിൽ ഫ്രീ ആയി കാണാൻ അവസരം ലഭിച്ച വിചിത്രമായ പുതിയ തരത്തിലുള്ള ഒരു സർക്കസും കണ്ടുകൊണ്ട് വിഷണ്ണരായി ചുറ്റും നിന്നു. The camera was still standing on its 3 legs, staring into the woods, but the tiger was showing no sign of making its way there. ക്യാമറ ഇപ്പോഴും മുളങ്കൂട്ടത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ അതിന്റെ 3 കാലുകളിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കടുവ ആ ഭാഗത്തേക്ക് പോകാനുള്ള യാതൊരു സൂചനയും കാണിച്ചില്ല. Once the tiger had calmed down, we managed to take a few shots we needed. കടുവ ശാന്തനായതിനു ശേഷം ഞങ്ങൾക്ക് വേണ്ട ഏതാനും ചില ഷോട്ടുകൾ എടുക്കാൻ കഴിഞ്ഞു. This should have been the end of the story. അതോടുകൂടി ഈ കഥ അവസാനിക്കുമായിരുന്നു. But when we returned to Kolkata and looked at the scenes with the tiger, we realized that the camera had failed to work properly. കൽക്കത്തയിൽ തിരിച്ചെത്തിയതിനു ശേഷം ഞങ്ങൾ ഷൂട്ട് ചെയ്ത ടൈഗറിന്റെ സീനുകൾ പരിശോധിച്ചപ്പോൾ ക്യാമറ ശരിയാം വിധം വർക്ക് ചെയ്തിരുന്നില്ല എന്ന് മനസ്സിലായി. The shots were too dark, so much so that the tiger was merging almost completely with the background of the trees and leaves. ആ ഷോട്ടുകൾ വളരെ ഇരുണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ പശ്ചാത്തലത്തിലുള്ള മരങ്ങളിൽ നിന്നും ഇലകളിൽ നിന്നും കടുവയെ വേർതിരിച്ച് കാണാൻ പറ്റിയിരുന്നില്ല. We had to shoot the scenes all over again. ഞങ്ങൾക്ക് ആ ഷോട്ടുകൾ വീണ്ടും പൂർണ്ണമായി ഷൂട്ട് ചെയ്യേണ്ടതുണ്ടായിരുന്നു. We spoke to Mr. Thorath and he agreed to give it another go. ഞങ്ങൾ തൊറാത്തിനോട് സംസാരിച്ചപ്പോൾ ഒരിക്കൽ കൂടി പരിശ്രമിക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. We found another bamboo grove closer to Kolkata in a village called Boral. കൊൽക്കത്തക്ക് അടുത്ത് ബൊറാൽ എന്ന ഗ്രാമത്തിൽ ഞങ്ങൾ മറ്റൊരു മുളങ്കൂട്ടം കണ്ടെത്തി. The lorry arrived once more with Mr. Thorath, the tiger, the steel wire, the special collar and the iron rod.
ലോറി ഒരിക്കൽ കൂടി മിസ്റ്റർ തൊറാത്ത്, ടൈഗർ, സ്റ്റീൽ വയർ, കടുവാത്തോല് കൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ കോളർ, അതേപോലെ 5 അടി നീളമുള്ള ഇരുമ്പ് ദണ്ട് എന്നിവയുമായിട്ട് വീണ്ടും വന്നു. ആൻഡ് വിത്ത് ദ ലോറി കെയിം ദ ഹോൾ വില്ലേജ്. ലോറിയോടൊപ്പം തന്നെ ബൊറാൽ വില്ലേജിലുള്ള മുഴുവൻ ഗ്രാമീണരും അവിടെ എത്തി. We told the villagers that they should stand at a distance of 70 feet. 70 അടി ദൂരെ നിൽക്കണമെന്ന് ഞങ്ങൾ ഗ്രാമീണരോട് പറഞ്ഞു. No one paid any attention to what they were told. അവരോട് പറഞ്ഞതൊന്നും തന്നെ ആ ഗ്രാമീണർ ശ്രദ്ധിച്ചതില്ല. The entire crowd moves as close to the camera as they could. കഴിയാവുന്നത്ര ക്യാമറയുടെ അടുത്തേക്ക് ആ ജനക്കൂട്ടം അടുത്തടുത്ത് നിന്നു. And we could not afford to waste any more time explaining and arguing. അവരോട് തർക്കിച്ചും കാര്യങ്ങൾ വിശദീകരിച്ചും സമയം പാഴാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. So we got the camera ready and signaled to Mr. Thorat. അതുകൊണ്ട് ക്യാമറ തയ്യാറാക്കി മിസ്റ്റർ തൊറാത്തിന് ഞങ്ങൾ സിഗ്നൽ നൽകി. He opened the door of the cage. അദ്ദേഹം കൂടിൻ്റെ ഡോർ തുറന്നു. The instant the door opened with a clang, our tiger emerged with a loud roar and charged straight at the villagers gathered behind the camera. കൂട് ഒരു മുഴക്കത്തോടുകൂടി തുറന്ന ഉടനെ തന്നെ കടുവ വലിയൊരു അലർച്ചയോടുകൂടിയിട്ട് പുറത്തേക്ക് ചാടി അവിടെ ക്യാമറയുടെ പിറകിൽ കൂടി നിന്നിരുന്ന ഗ്രാമീണരെ ആക്രമിച്ചു. The crowd, consisting of about 150 people, melted away as if by magic. ഒരു മായാജാലം കൊണ്ടെന്ന പോലെ അവിടെ കൂടി നിന്നിരുന്ന 150ഓളം വരുന്ന ആളുകൾ പെട്ടെന്ന് ഇല്ലാതായി, അപ്രത്യക്ഷമായി. After that great burst of energy, the tiger calmed down very quickly. ആ ഒരു ശക്തി പ്രകടനത്തിന് ശേഷം കടുവ പെട്ടെന്ന് തന്നെ ശാന്തനായി. Like an obedient child, it walked over to the spot we had chosen. അനുസരണയുള്ള ഒരു കുട്ടിയെപ്പോലെ ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് അത് നടന്നു. Paced about quietly as it was required to. ശാന്തനായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ അത് നടന്നു. And then ambled back to its trainer. അതിനുശേഷം സാവധാനം അതിൻ്റെ ട്രെയിനറുടെ അടുത്തേക്ക് അത് തിരിച്ചു നടന്നു. Even the camera behaved this time, which we realized 2 days later when we returned to Kolkata and saw the scenes we had shot. 2 ദിവസത്തിന് ശേഷം കൊൽക്കത്തയിൽ തിരിച്ചെത്തി ഞങ്ങൾ എടുത്ത ഷോട്ടുകൾ പരിശോധിച്ചപ്പോഴാണ് ക്യാമറ പോലും ഇത്തവണ നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഇവിടെ ഈ ലേഖനം അവസാനിക്കുന്നു. പാഠഭാഗത്തുള്ള ചോദ്യോത്തരങ്ങൾ, മറ്റു ആക്ടിവിറ്റീസ് എന്നിവയുമായിട്ട് അടുത്ത വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. താങ്ക്സ് എ ലോട്ട്.